വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാ ശ്രോതാക്കൾക്കും വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ നിന്നാണ്. 37-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ദാവീദിന്റെ സങ്കീർത്തനമാണ് 37-ാം സങ്കീർത്തനം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സങ്കീർത്തനത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവചനമാണ് 4-ാമത്തെ തിരുവചനം. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ്. ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ഓരോ ദിവസവും നിരവധി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഓരോ പ്രഭാതവും നമ്മൾ എഴുന്നേൽക്കുന്നത്. ഈ ദിവസം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന വലിയ ആഗ്രഹത്തോടെയാണ് ഓരോ പ്രഭാതവും നമ്മൾ കാണുന്നത്. എന്നാൽ പല പ്രഭാതങ്ങൾ അനേക സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും സന്ധ്യയെങ്കിൽ പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നതിൻ്റെ നിരാശയും പലപ്പോഴും മനുഷ്യനെ അലട്ടാറുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ ഇപ്രകാരം വിളിച്ചു പറയുന്നു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്കെല്ലാം നിവർത്തിച്ച് തരുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈ സമയം നമ്മളായിരിക്കുന്നത്. നമ്മുടെ പണത്തിലുള്ള ആശ്രയവും ബുദ്ധിയിലുള്ള ആശ്രയവും മറ്റെല്ലാ മാനുഷിക കഴിവുകൾക്കും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുള്ളവരായി എന്നെ കേൾക്കുന്നവരെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുവോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെങ്കിൽ എല്ലാം സാധിച്ചില്ല, ഇനിയും അനേക ആഗ്രഹങ്ങൾ എനിക്ക് സാധ്യമാക്കി തീർക്കുവാനുണ്ട് എന്ന് നിങ്ങൾ പറയുമായിരിക്കും. എന്നാൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതാകുന്നുവെങ്കിൽ അതെല്ലാം നിവർത്തിച്ചു തരുവാൻ നമ്മുടെ സർവശക്തനായ കർത്താവിന് കഴിയും. മനുഷ്യരെല്ലാവരും ലോകത്തിലെ വിവിധമായ ആവശ്യങ്ങൾക്ക് പിറകാലെ ഓടുന്നവരാണ്. ഭൗതികമായിരിക്കുന്ന പല കാര്യങ്ങളെയാണ് നമ്മൾ ആഗ്രഹിക്കാറ്, നമ്മൾ സ്വപ്നം കാണാറ്. നല്ല ഭവനം വേണം, നല്ല വസ്തുവകകൾ വേണം, സമ്പത്ത് വേണം, നല്ല വാഹനങ്ങൾ വേണം, നല്ല സുഖ സൗകര്യങ്ങൾ വേണം. ഇതെല്ലാം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണ് എല്ലാ മനുഷ്യരും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കേണ്ടത് ആത്മീകപരമായിരിക്കുന്ന ചില വിഷയങ്ങളാകുന്നുവെങ്കിൽ ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിലെ ആഗ്രഹങ്ങളെയും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെയും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ചികഞ്ഞു കൊണ്ടുവരുവാൻ ഞാൻ ഓർപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അത് ഭൗതികമായിരുന്നാലും ആത്മീകമായിരുന്നാലും ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നിലവുകളും നിന്റെ സ്വപ്നങ്ങളും ദൈവഹിതപ്രകാരമായിരിക്കുന്നുവോ അല്ലയോ എന്ന് ശോധന ചെയ്യുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. എത്ര പേർ വിശുദ്ധ തിരുവചനത്തിൻ്റെ ആഴങ്ങളെ എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആത്മീക കൃപാവരങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ കൂടുതലായി എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ പ്രാപിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് എനിക്ക് അറിയുവാനുള്ള ആഗ്രഹമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നവരും എത്ര പേരുണ്ട്? ഇന്ന് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നവർ എണ്ണം കൂടിയിരിക്കുമ്പോൾ ആത്മീകപരമായിരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണുകയും അതിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു.
12 ശിഷ്യന്മാരെയും നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തതയായിരുന്നു അവർക്ക്. വിവിധമായിരിക്കുന്ന സ്വഭാവങ്ങളും വിവിധമായിരിക്കുന്ന രീതികളുമായിരുന്നു 12 പേർക്ക്. യൂദാ ഇസ്കരിയോത്തിനെ നമുക്കറിയാം, പണത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. പണത്തെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം പേറി ജീവിച്ചവനാണ്. പക്ഷേ യൂദായുടെ അവസാനം നമുക്കറിയാം, ഒരു ചാൺ കയറിൽ താൻ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത് നേടിയെടുത്തതായ ആ ഭൗതിക നന്മ തനിക്ക് ഒരു നിലകളിലും പ്രയോജനപ്പെട്ടില്ല. ഭൗതിക വിഷയങ്ങളുടെ പിറകാലെ പോകുന്നവർ പലപ്പോഴും നിരാശരായി തീരേണ്ടി വരും. എന്നാൽ വിശുദ്ധ വചനം അവർക്ക് കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ ദൈവനാമത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവയെല്ലാം ദൈവം നിനക്ക് നൽകുമെന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഉറപ്പാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യൂദായുടെ സ്വഭാവം ആ നിലകളിലായിരുന്നുവെങ്കിൽ മറ്റ് 11 ശിഷ്യന്മാർക്കും വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ ഭയങ്കര എടുത്തിയാട്ടക്കാരനായിരുന്നു. പലപ്പോഴും തൻ്റെ പ്രതികരണങ്ങൾ പെട്ടെന്നായിരുന്നു. എന്നാൽ മറ്റ് പല ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിവിധമായിരിക്കുന്ന സ്വഭാവങ്ങളുടെ ഉടമകളായിരുന്നു അവരെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള ഒരു ശിഷ്യനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് അധികമായി ചേർന്നിരുന്ന ശിഷ്യനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യനെന്നും ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടുതൽ അടുത്ത്, കർത്താവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിൽ ജീവിച്ചതായ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. മറ്റ് ശിഷ്യന്മാരെക്കാൾ വ്യത്യസ്തത എന്താണ് യോഹന്നാൻ എന്ന് ചോദിച്ചാൽ, യേശുവിനെ നന്നായി അറിയുവാനും യേശുവിനെ കൂടുതൽ പഠിക്കുവാനും യേശുവിനെ കുറിച്ച് കൂടുതൽ ഗ്രഹിപ്പാനും ആഗ്രഹിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഈ യോഹന്നാന്റെ എഴുത്തുകൾ നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1, 2, 3 യോഹന്നാൻ, വെളിപ്പാട് പുസ്തകം, ഈ ഇത്രയും പുസ്തകങ്ങൾ യോഹന്നാനാൽ എഴുതപ്പെടുമ്പോൾ ഇവയെല്ലാം മറ്റ് പുസ്തകങ്ങളിൽ നിന്ന്, സുവിശേഷങ്ങളിൽ നിന്നാകട്ടെ, ലേഖനങ്ങളിൽ നിന്നാകട്ടെ, പ്രവചന പുസ്തകങ്ങളിൽ നിന്നാകട്ടെ, വളരെ വ്യത്യസ്തത പുലർത്തുന്നതായ എഴുത്തുകളാണ് യോഹന്നാന് ദൈവം കൊടുത്തിരിക്കുന്നത്. സുവിശേഷ പുസ്തകങ്ങളായിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ലൂക്കോസ് വരെയുള്ളതായിരിക്കുന്ന 3 സുവിശേഷങ്ങളെ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. മറ്റ് പുസ്തകങ്ങളിൽ, സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കാത്ത പല വിഷയങ്ങളും യോഹന്നാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മത്തായിയും മർക്കോസും വളരെ ചുരുക്കമായി കർത്താവിൻ്റെ ജനനത്തെയും കർത്താവിൻ്റെ മിനിസ്ട്രിയെയും കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ അതിൽ നിന്ന് അല്പം കൂടെ വിവരണം കാണിച്ച് ലൂക്കോസ് എന്ന വൈദ്യൻ എഴുതുന്നു. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി യേശു ക്രിസ്തുവിനെ നന്നായി അറിഞ്ഞ ശിഷ്യൻ എന്ന നിലയിൽ യോഹന്നാൻ വളരെ വ്യക്തതയോടുകൂടെ തൻ്റെ സുവിശേഷം എഴുതുകയാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ ചെയ്തതായ വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും എഴുതി തീർക്കുവാൻ എൻ്റെ ഈ പേനകൾ കൊണ്ട്, മഷികൾ കൊണ്ട് കഴിയത്തില്ല. അത്രയേറെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയെ വളരെ വീക്ഷിച്ചതായ ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. യോഹന്നാന്റെ വീക്ഷണത്തിൽ യേശു കർത്താവിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും, ഓരോ ചലനങ്ങളും, ഓരോ സംസാരങ്ങളും, ഇടപെടലുകളും എല്ലാം വളരെ വ്യക്തതയോടെ സ്കാൻ ചെയ്തതുപോലെ യോഹന്നാന്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുവാൻ യോഹന്നാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ തൻ്റെ എഴുത്തുകളിൽ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ കൂടുതൽ ആധികാരികതയോടെ താൻ വെളിപ്പെടുത്തുകയാണ്. ഒന്നും തന്നെ മറന്നുപോകാതെ വളരെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് വളരെ നന്നായി തൻ്റെ സുവിശേഷങ്ങളിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും കർത്താവ് ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ പേനയിലെ മഷി കൊണ്ട് എഴുതി തീർക്കുവാൻ കഴിയത്തില്ല എന്ന് അവസാനമായി താൻ എഴുതി കുറിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ അത്രയധികം സ്നേഹിക്കുകയും അത്രയധികം നന്നായി വീക്ഷിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത ഒരു ശിഷ്യനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
തൻ്റെ ലേഖനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും ലേഖനങ്ങൾക്കും വളരെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. സ്നേഹത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേരും താൻ നേടിയിരിക്കുന്നു. ഈ നിലകളിൽ യോഹന്നാനെ കുറിച്ച് വളരെ നന്നായ അഭിപ്രായത്തോടുകൂടെ തൻ്റെ എഴുത്തുകളെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കണ്ടത്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നു എന്ന് പറഞ്ഞ് നിർത്തുവാനല്ല ദാവീദ് അവിടെ ആഗ്രഹപ്പെടുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുന്ന ഒരു സ്വർഗത്തെയാണ് ഇന്ന് പകലിൽ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാന്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു യേശുവിനെ നന്നായി അറിയുക എന്നുള്ളത്. നാം ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവികമായിരിക്കുന്ന വെളിപ്പാടുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നാം എത്രത്തോളം ഒരു വിഷയത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവോ, നാം എത്രത്തോളം ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ സ്വപ്നം കാണുന്നുവോ, അത്രത്തോളം ദൈവം നമ്മളോട് ആ വിഷയത്തിൽ ഇടപെടുവാൻ ഇടയായിത്തീരും. പ്രവചനവരങ്ങളെക്കുറിച്ചും കൃപാവരങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടായിട്ടും അതിനെ ആഗ്രഹിക്കാതിരിക്കുമ്പോൾ നാം അത് പ്രാപിക്കാതെ പോകുന്നു. നാം കൃപാവരങ്ങളിലാകട്ടെ ശുശ്രൂഷകളിലാകട്ടെ ഏതിനു വേണ്ടി നാം അതിയായി ആഗ്രഹിക്കുന്നുവോ, ഏതിനു വേണ്ടി നാം അതിയായി സ്വപ്നം കാണുന്നുവോ, നാം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ, സ്വർഗത്തിലെ ദൈവം അത് നമുക്ക് സാക്ഷാത്കരിച്ചു തരുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നാം ദൈവത്തോട് പറയുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ ആ സ്വപ്നങ്ങളെ ദൈവവുമായി പങ്കുവെക്കുന്നുവെങ്കിൽ അവ നമുക്ക് നിറവേറ്റി തരുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യോഹന്നാന്റെ എഴുത്തുകളിലേക്ക് തന്നെ ഞാൻ മടങ്ങിപ്പോകുന്നു. യോഹന്നാന്റെ എഴുത്തുകളിലെ പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിനെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ച ശിഷ്യനാണ്. തൻ്റെ മിനിസ്ട്രിയിൽ വളരെ ശ്രദ്ധയോടെ അത് വീക്ഷിച്ചതായ ശിഷ്യൻ. ദൈവത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും കൂടുതൽ ആധികാരികമായി അറിയുവാൻ, എഴുതുവാൻ ആഗ്രഹിച്ച ശിഷ്യൻ. ഈ നിലകളിൽ യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആദിയിൽ ദൈവം, സ്തോത്രം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശുദ്ധ ബൈബിളിന്റെ പ്രാരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം മോശ തന്റെ വെളിപ്പാടിൽ ഇങ്ങനെയാണ് എഴുതിയത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മോശ പറഞ്ഞതായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തായി ഒരു വലിയ വെളിപ്പാടിന് വേണ്ടി, അതിനുമപ്പുറത്ത് യേശുക്രിസ്തുവിനെ കാണുവാൻ, ദൈവത്വത്തെ കാണുവാൻ ആഗ്രഹിച്ച ശിഷ്യനാണ് ഈ യോഹന്നാൻ. അതിനുമപ്പുറത്ത് തന്നോടൊപ്പം നടക്കുന്ന, തന്നോടൊപ്പം വസിക്കുന്ന, തന്നോടൊപ്പം ശുശ്രൂഷകൾ ചെയ്യുന്ന സ്തോത്രം യേശുവിനെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ച ശിഷ്യനായിരുന്നു യോഹന്നാൻ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ മോശ എഴുതിയ തനിക്ക് ലഭിച്ചതായ വെളിപ്പാടിനും അപ്പുറമായി ആരാണ് ക്രിസ്തു എന്ന് അറിയുവാൻ താൻ അതിയായി ആഗ്രഹിച്ചു. തൻ്റെ എഴുത്തുകളിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഇപ്രകാരമാണ് എഴുതി കുറിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ആരായിരുന്നു? ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഭൂമിയും ഭൂമണ്ഡലങ്ങളും അതുപോലെ തന്നെ സ്തോത്രം ആകാശവും ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് മുന്നമേ, ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ വചനമുണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ തൻ്റെ എഴുത്തുകളിൽ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ നമ്മളിൽ പലരും ഒരാൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്, എഴുതിയതായിരിക്കുന്ന എഴുത്തിന് അപ്പുറമായി ചിന്തിക്കുവാൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കത്തില്ലായിരിക്കും. കാരണം ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നവരായിരിക്കും. പക്ഷേ യോഹന്നാൻ അങ്ങനെയായിരുന്നില്ല. യോഹന്നാൻ ഇപ്രകാരം ചിന്തിക്കുവാൻ തുടങ്ങി, മോശ കണ്ട വെളിപ്പാടിനും അപ്പുറമായി എന്നോട് കൂടെ എൻ്റെ ഒപ്പമുള്ള എൻ്റെ സന്തത സഹചാരിയായി അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥനെ കുറിച്ച് എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. തൻ്റെ ആഗ്രഹത്തെ സ്വർഗം മാനിക്കാതെ പോയില്ല, തൻ്റെ ആഗ്രഹത്തെ സ്വർഗം നിറവേറ്റി കൊടുക്കാതെ പോയില്ല. അതുകൊണ്ട് യോഹന്നാൻ വെളിപ്പാടിനാൽ എഴുതി, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ
ആമേൻ, സ്തോത്രം. ഇതിനപ്പുറമായി, ഇതിനും പിന്നിലും കാലങ്ങൾക്കപ്പുറം, കോടി ശതവർഷങ്ങൾക്കപ്പുറമായിട്ട് ആദിയിൽ ഉണ്ടായിരുന്നു ഒന്നുണ്ടായിരുന്നു, അത് വചനമായിരുന്നു. എന്നിട്ട് പറയുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം എവിടെയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുവാൻ യോഹന്നാൻ മറന്നില്ല. യോഹന്നാന്റെ എഴുത്തുകളുടെ പ്രത്യേകത അതാണ്, വ്യക്തതയുണ്ട് തന്റെ എഴുത്തുകൾക്ക്. യോഹന്നാൻ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം എവിടെയെങ്കിലും ആയിരുന്നു എന്ന് യോഹന്നാൻ എഴുതുവാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ പറയുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവത്തോടു കൂടെയായിരുന്ന ഈ വചനം എന്തായിരുന്നു എന്നുകൂടെ താൻ അവിടെ സമർത്ഥിക്കുകയാണ്. ഈ വചനം ദൈവം ആയിരുന്നു. ഈ വചനമാണ് ദൈവമായിരുന്നതെന്ന് താൻ ഓർപ്പിക്കുകയാണ്. ഇനി വീണ്ടും താൻ 1-ാം അധ്യായത്തിൻ്റെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വിശദമായിട്ട് യോഹന്നാൻ ഈ വചനത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വചനം ജഡമായി തീർന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ വചനം ആരായിരുന്നു? ആ വചനത്തിന് ജീവനുണ്ടായിരുന്നു. ആ വചനം ആരായിരുന്നുവെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. വചനം ജഡമായി തീർന്നു. ആ വചനമാണ് ജഡമായി തീർന്നത്. എന്നിട്ട് പറയുന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനം ഇന്ന് നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഈ വചനമാണ് ക്രിസ്തു എന്ന് താൻ വെളിപ്പെടുത്തുവാൻ മറക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതവിടെ ആർക്കും മനസ്സിലാകാത്ത നിലകൾ എവിടെയെങ്കിലും കൊന്നൊന്ന് എത്തിച്ചു നിർത്തുകയല്ല യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത. കൃത്യതയുണ്ട്. ക്രിസ്തു ആരെന്നും ഈ ക്രിസ്തു എങ്ങനെയായിരുന്നുവെന്നും വെളിപ്പെടുത്തുന്ന രീതിയിൽ തൻ്റെ എഴുത്തുകൾ അവിടെ കാണിക്കുകയാണ്. ഇപ്രകാരമാണ് താൻ പറഞ്ഞത്, വചനം ജഡമായി തീർന്നു. ഈ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ജഡമായി തീർന്നു. ജഡമായി തീർന്ന വചനത്തിന്റെ പ്രത്യേകത പറയുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നോക്ക്, യോഹന്നാന്റെ എഴുത്തുകൾക്ക് അത്രയേറെ പ്രത്യേകതയുണ്ട്. കാരണം യോഹന്നാന്റെ ഹൃദയത്തിലെ ആഗ്രഹം താൻ ദൈവസന്നിധിയിൽ പറയുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത മനുഷ്യനാണ്. എത്ര പേർ ഈ ദിനത്തിൻ്റെ പ്രഭാത സമയം മുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവേ നിന്നെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ എനിക്ക് ഇനിയും വേണം, കർത്താവിൻ്റെ വേലയിലുള്ളതായിരിക്കുന്ന ദർശനം എനിക്ക് ഇനിയും വേണം, എൻ്റെ കാഴ്ച മങ്ങുവാനല്ല, കൂടുതൽ വിസിബിളായി എൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും എൻ്റെ ആത്മിക ജീവിതത്തെ സംബന്ധിച്ചും ദൈവമേ നീ എനിക്ക് വെളിപ്പാടുകൾ നൽകി തരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ ആഗ്രഹിച്ചാൽ സ്വർഗം നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. യോഹന്നാന്റെ എഴുത്തുകൾ അവിടെ തീരുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ കാണുന്നു, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിനും ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായി യോഹന്നാനെ പ്രദർശിപ്പിച്ചു. കേവലം ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുന്നമേ വചനമുണ്ടായിരുന്നുവെന്നും ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിച്ചു, ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി, ക്രിസ്തു യേശു മരിച്ചു, കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുവാനല്ല യോഹന്നാൻ ശ്രമിക്കുന്നത്. യോഹന്നാൻ വീണ്ടും പറയുന്നു, മരിച്ചവനായ ക്രിസ്തു കല്ലറയെ ഭേദിച്ചുകൊണ്ട്, നിയമ സംഹിതകളെയെല്ലാം ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റവനായി ഇന്നും ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷങ്ങൾ, യോഹന്നാന്റെ വാക്കുകൾക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. യോഹന്നാൻ പിന്നെയും പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പ്രത്യക്ഷമായി ഞങ്ങൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തു പറഞ്ഞ വാക്കുകൾക്കപ്പുറമുള്ളതായ ആ ക്രിസ്തു യേശു വെളിപ്പെടുത്തിയ സത്യങ്ങൾക്കപ്പുറമായിട്ടുള്ള വെളിപ്പാടിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. ആ യോഹന്നാനെ കുറിച്ച് ദൈവത്തിനും വലിയ പദ്ധതികളുണ്ടായിരുന്നുവെന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കുക. 12 ശിഷ്യന്മാരിൽ 11 പേരും
ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു, താൻ സ്വയം മരണപ്പെട്ടു. മറ്റ് 10 ശിഷ്യന്മാരും വിവിധമായിരിക്കുന്ന നിലകളിൽ ഈർച്ചവാളിനാലും രക്തസാക്ഷി മരണമായും തലകീഴായും അറുക്കപ്പെട്ടും ഈ നിലകളിലൊക്കെ മരണമടയപ്പെട്ടു, ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ താൻ ഈ ലോകത്തിൽ ജീവിച്ച കാലഘട്ടം ദൈവനാമത്തിനു വേണ്ടി ജീവിക്കുക മാത്രമല്ല, അവസാന സമയം വരെയും ദൈവം കൊടുത്ത ആയുസ് മുഴുവനും തന്റെ വാർദ്ധക്യത്തിൽ താൻ മരണപ്പെടേണ്ട സമയമായപ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ മരിക്കുന്നുവോ ആ നിലകളിൽ മരണമടഞ്ഞ് ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ ഈർച്ചവാളോ രക്തസാക്ഷിത്വ മരണമോ ഒന്നുമല്ല താൻ വരിച്ചത്. സാധാരണ ഒരു നോർമൽ മരണം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു. പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാന് വലിയ അനർത്ഥമോടെ സംഭവിക്കാമായിരുന്നു. യോഹന്നാൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്മോസിന്റെ ഏകാന്തത എന്ന് പറയുന്നത്, പത്മോസ് എന്ന് പറയുന്നത് തന്നെ പണിഷ്മെന്റ് കൊടുത്ത് അവിടെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപ് സമൂഹത്തിന്റെ ചുറ്റിലുമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അസ്ഥിക്കൂമ്പാരങ്ങളാണ്. ഇന്നലകളിൽ നാടുകടത്തപ്പെട്ടവർ, ഇന്നലകളിൽ പണിഷ്മെന്റ് ചെയ്യപ്പെട്ടവർ അവിടെ കിടന്ന് മരണപ്പെട്ടു. എങ്ങനെ മരിച്ചു? ആമേൻ, പട്ടിണി കിടന്നും അതുപോലെ തന്നെ വിഷപ്പാമ്പുകളുടെ കടിയേറ്റും അതിശൈത്യവുമെല്ലാം അവരുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവർ അവിടെ മരണപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ദൈവപുരുഷനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ താൻ വെളിപ്പാട് കാണുവാനായി ദൈവം യോഹന്നാനെ പത്മോസിന്റെ ദ്വീപിലേക്ക് അയക്കുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനായിരിക്കുമ്പോൾ കർത്തൃദിവസത്തിൽ താൻ ആത്മവിവശനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ, തേജോമനായിരിക്കുന്ന ക്രിസ്തുവിനെ തന്നെ മുന്നിൽ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ക്രിസ്തുവിൻ്റെ വെളിപ്പാട് തനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ യോഹന്നാൻ യേശു ക്രിസ്തു തന്നോട് കൂടെ ഉണ്ടായിരുന്ന സമയം തന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യോഹന്നാൻ ആഗ്രഹിച്ചു കാണും, ഞാൻ പ്രാപിക്കാൻ പോകുന്ന എൻ്റെ ഗുരു എനിക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്ന, എൻ്റെ ആത്മനാഥൻ എനിക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്ന ആ നിത്യതയെക്കുറിച്ച് എനിക്കറിയണം. കർത്താവ് ഒരുക്കാൻ പോകുന്ന വാസസ്ഥലത്തെക്കുറിച്ച് എനിക്കറിയണം. ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങൾ ഉള്ളതായിരിക്കുന്ന യോഹന്നാനെ അത് കാണിച്ചു കൊടുക്കുവാനും സ്വർഗം മറന്നില്ല. ആത്മവിവശതയിലായ യോഹന്നാന് ദൈവം വെളിപ്പാടിനാൽ കൊടുത്തതാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ ആമുഖമായും 7 സഭകൾക്കുള്ള ദൂതായും കൊടുക്കുമ്പോൾ 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വലിയ നീണ്ട നിരന്നു കിടക്കുന്നു. ദൈവത്തിന്റെ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ആധിക്യമാണ് യോഹന്നാൻ അവിടെ കൊടുക്കുന്നത്. അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പുതിയ യെരുശലേമിനെ കുറിച്ചും മണവാട്ടിയായിരിക്കുന്ന സ്വത്രം സിയോനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പറയുന്നു. ഈ നിലകളിൽ യോഹന്നാന് കൊടുക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയതുപോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. നീ ഹൃദയത്തിൽ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നീ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ, ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ, ഈ ദൈവത്തെ എനിക്കറിയണം, ക്രിസ്തുവിനെ എനിക്കറിയണം, ക്രിസ്തുവിൻ്റെ വചനത്തെ എനിക്കറിയണം, ക്രിസ്തു എഴുതിയിരിക്കുന്നതായ വാക്കുകൾ, അവൻ്റെ ശുശ്രൂഷയെ, അവൻ ചെയ്ത മിനിസ്ട്രി എനിക്കറിയണം, നിത്യതയെക്കുറിച്ച് അറിയണം എന്നുള്ള അതിയായ വാഞ്ച നിങ്ങളെ അനേക ദർശനങ്ങളും വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനിടയായിത്തീരും. മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടതായ ഏതെങ്കിലും ഒരു കാര്യം അതുപോലെ വിശ്വസിച്ച് പോകുവാനല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ദൈവിക വെളിപ്പാടുകൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തരും. യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ അവൻ ദർശനം കാണുവാനോ പ്രാർത്ഥിക്കുവാനോ പോലുമുള്ള യാതൊരു സാഹചര്യങ്ങളും അവിടെയില്ല. ചുറ്റിലും കിടക്കുന്ന അസ്ഥിക്കൂമ്പാരങ്ങൾ. പക്ഷേ അതിൻ്റെ നടുവിലാണ് ദൈവം യോഹന്നാന് ദർശനം കൊടുത്തത്. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ സഹിക്കുവാൻ കഴിയാത്ത വേദനകളും ഭാരങ്ങളും നിരാശകളും ദുഃഖങ്ങളുമായിരിക്കാം. ഒരു കാര്യം ഓർക്കൂ, പിന്തിരിഞ്ഞൊന്ന് നോക്കിക്കേ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നീ കടന്നുപോയ അതിശൈത്യമേറിയതും അതികഠിനമേറിയതും അതിചൂടേറിയതുമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൻ്റെ നടുവിലല്ലേ ദൈവം നിന്നോട് ഇടപെട്ടതും സംസാരിച്ചതും.
നീ ഒറ്റയ്ക്കാകുന്ന സമയത്ത് ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. പത്മോസിൻ്റെ ഏകാന്തത ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്. യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്തടത്ത് ദൈവം നിന്നോട് പ്രവചിക്കാൻ പറയും. യെഹെസ്കേലിനോട് പറഞ്ഞു, താഴ്വരയുടെ നടുവിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അസ്ഥിക്കൂമ്പാരങ്ങളെ നോക്കി പ്രവചിക്കാൻ. സാധ്യതകളെല്ലാം അസ്തമിച്ച് നിൽക്കുമ്പോൾ, ലോകപരമായി ആശ്രയങ്ങളും ബന്ധങ്ങളും എല്ലാം അവസാനിച്ചു നിൽക്കുമ്പോൾ, ഒരു ബന്ധവുമില്ല, ഒരാശ്രയവുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് ദൈവം നിന്നോട് പറയും, നീ പ്രവചിക്കുക, നീ കാണുന്നത് നീ ഒന്ന് എഴുതി വയ്ക്കുക. ദാനിയേലിനോട് പറഞ്ഞു, നീ എഴുതി വയ്ക്കുക. സിംഹക്കുഴിയിലേക്ക് പോയവനാരും തിരിച്ചു മടങ്ങി വന്ന ചരിത്രമില്ല. അഗ്നിയുടെ നടുവിലേക്ക് എറിയപ്പെട്ടവരാരും മടങ്ങി വന്ന അനുഭവമില്ല. പക്ഷേ ഇവരെല്ലാം വിശ്വാസത്താൽ മടങ്ങി വന്നവരാണ്. ജീവിതത്തിലെ പൊള്ളുന്നതും നീറുന്നതുമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ പകച്ചു നിൽക്കുകയല്ല, ദൈവത്തിന് നിന്നോട് എന്തോ സംസാരിക്കുവാനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ, ആ അറിവോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നീ കൂടുതൽ അടുത്ത് വരും. നീ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കൂ. ഇപ്പോൾ കടന്നു പോകുന്ന ഈ ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ നീ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കൂ. ദൈവവചനത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് വെളിപ്പാടുകളെ തരും. നിൻ്റെ കഷ്ടസമയത്ത് നീ വെളിപ്പാട് കാണും. മുൻപോട്ടുള്ള കാലങ്ങളെക്കുറിച്ച് നീ വെളിപ്പാട് കാണും. അനേകരോട് ദൈവത്തിൻ്റെ സത്യത്തെ വിളിച്ചു പറയുവാൻ ദൈവം നിനക്ക് വെളിപ്പാട് തരും. അനേകരോട് സുവിശേഷം അറിയിക്കുവാൻ നീ നിനക്ക് വെളിപ്പാട് തരും. ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല ഇന്നുവരെയും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു സ്വർഗം ഇന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പറയൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയൂ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ.